വിഴിഞ്ഞം തുറമുഖം ഒരു അപൂർവമായ കാഴ്ച. കാലാവസ്ഥയാണ് കഥാനായകൻ. കാലാവസ്ഥയുടെ അടിപൊളി ദൃശ്യങ്ങളിലേക്ക് കടക്കും മുമ്പ് എല്ലാവരെയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. അതിതീവ്ര മഴയുടെയും മേഘവിസ്ഫോടനത്തിൻ്റെയും വാണിംഗ് ആണല്ലോ ഇപ്പോൾ കേരളത്തിൽ. ഈ സമയത്ത് വിഴിഞ്ഞം തുറമുഖത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അന്തരീക്ഷം വളരെ വേഗം മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അന്തരീക്ഷം ആയിരിക്കില്ല ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ. ഇന്നലെ, അതായത് 24 മെയ് 2024 ഉച്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ. വെറുതെ ഒന്ന് വന്നു നോക്കിയതാണ്. വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാഴ്ചകൾ കാണാൻ പറ്റില്ലായിരുന്നു. വലിയ നഷ്ടമായിരുന്നേനെ. മഴ പെയ്തു തുടങ്ങുന്നതിന് തൊട്ടു മുൻപുള്ള കാഴ്ചയാണിത്. കോവളം ലൈറ്റ് ഹൗസും ദൂരെ കാണാം. കാർമേഘം വന്ന് നിറഞ്ഞപ്പോഴത്തെ ഈ ദൃശ്യം കണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് തോന്നുന്നത്. കടലിലെ വെള്ളത്തിനും ഒരു ചെറിയ കറുപ്പ് നിറമാണ്. എൻ്റെ ഷെൻഹുവ കപ്പലുകളെ പറ്റിയുള്ള മറ്റു വീഡിയോകൾ കണ്ടാൽ കടൽ വെള്ളത്തിൻ്റെ നിറത്തിലുള്ള ചേഞ്ച് വ്യക്തമായി മനസ്സിലാവും. ദൂരെ തുറമുഖത്തെ ക്രെയിനുകളെയും ഷെൻഹുവ 34 എന്ന കപ്പലിനെയും കാണാം. കപ്പൽ ക്രെയിനുകളെല്ലാം അൺലോഡ് ചെയ്തിട്ട് പോകാൻ റെഡിയായി കിടക്കുകയാണ്. കാലാവസ്ഥാ പ്രശ്നം കൊണ്ടായിരിക്കാം പോർട്ടിൽ നിന്നും പുറത്തു പോകാത്തത്. മാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ സൈക്ലോൺ വാണിംഗും ഉണ്ടല്ലോ. തിരികെ ചൈനയിലേക്ക് പോകേണ്ടത് ആ വഴിയാണല്ലോ. മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന വാണിംഗുമുണ്ട്. അത് കാരണം ഫിഷിംഗ് ബോട്ടുകളെല്ലാം ഫിഷിംഗ് ഹാർബറിലുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഇവിടെ നിന്ന് നോക്കിയാൽ എപ്പോഴും ഹാർബറിലേക്ക് വരുന്നതും പോകുന്നതുമായ ഫിഷിംഗ് ബോട്ടുകളെ കാണാം. പുറമെ അതിശക്തമായ തിരമാലകളാണെങ്കിൽ പോർട്ടിനുള്ളിൽ, അതായത് പുലിമുട്ടിനുള്ളിൽ തിരമാലകളില്ല. കപ്പലും ടഗുകളുമെല്ലാം സുരക്ഷിതമായി അനങ്ങാതെ നിൽക്കുകയാണ്. ഇതിനുവേണ്ടിയാണ് പുലിമുട്ട് നിർമ്മിക്കുന്നത്. അതായത് തിരമാലകളിൽ നിന്നും കടൽക്ഷോഭങ്ങളിൽ നിന്നും കപ്പലുകളെയും പോർട്ടിനെയും സംരക്ഷിക്കുന്നതിനാണ് പുലിമുട്ട് എന്ന ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നത്. ഇരുണ്ടു വരുന്ന ഈ കാർമേഘം വളരെ പെട്ടെന്ന് പെയ്തൊഴിയും. പിന്നെ അല്പനേരം നല്ല വെട്ടം കാണും. വീണ്ടും ഇരുണ്ടുകൂടും, മഴ പെയ്യും. വളരെ പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകൾ. ഒരു ടഗ്. ഫിഷിംഗ് ഹാർബറിലും തിരയിളക്കമില്ല, സുരക്ഷിതമാണ്. വെളിയിൽ വൻ തിരമാലകൾ. പോർട്ടിന് അപ്പുറത്ത് കാർമേഘം ഇരുണ്ടുകൂടിയിരിക്കുകയാണ്. തിരമാല അടിച്ചു കയറുന്നത് കണ്ടോ?
ആ മഴയും പെയ്തൊഴിഞ്ഞു. കോവളം ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള ദൃശ്യം. അടുത്ത മഴ ഇരുണ്ട് വരുന്നു. കോവളം ലൈറ്റ് ഹൗസും ദൂരെ കാണാം. മനോഹരമായ ദൃശ്യം. തുറമുഖത്തിനപ്പുറം തെളിഞ്ഞു. കപ്പൽ വ്യക്തമായി കാണാം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഞാനിവിടെ ഉണ്ടായിരുന്നു. അത്രയും സമയത്തിനുള്ളിലാണ് ഇത്രയൊക്കെ സംഭവിച്ചത്. വീണ്ടും ഇരുണ്ട് തുടങ്ങുന്നു. ഇരുണ്ട അന്തരീക്ഷമായി മാറി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയായി. ഒരുപാട് ആൾക്കാർ ഇതിനിടയിൽ ഇവിടെ വന്നുപോയി. തീവ്രമായ മഴയുടെയും മറ്റും വാണിംഗ് വന്നാൽ നമ്മളെല്ലാം ജോലി സ്ഥലത്തും വീട്ടിലുമായി ഒതുങ്ങും. എന്നാൽ ആ സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ ഗംഭീരമായ കാഴ്ചകളായിരിക്കും. എങ്കിലും സുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിട്ടുള്ള കളി വേണ്ട. വീണ്ടും മൊത്തത്തിൽ ഇരുണ്ടു. യാർഡ് ക്രെയിനുകൾ. ഓഷ്യൻ സ്പിരിറ്റ് എന്ന ടഗ്. ടഗുകൾക്കിടയിൽ പോർട്ടിൽ നിരനിരയായി കിടക്കുന്ന ട്രക്കുകൾ. ഇത് ഡോൾഫിൻ 27, ഡോൾഫിൻ 35 എന്നീ ടഗുകളാണ്.
ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. തിരികെ പോകാൻ തോന്നുന്നില്ല. ക്യാമറയിലൂടെ കാണുന്നതിനേക്കാൾ ഗംഭീരമാണ് കാഴ്ചകൾ. കാലാവസ്ഥ തന്നെയാണ് താരം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സൂം ഡെസ്റ്റിനി ചാനൽ സന്ദർശിക്കുകയും വേണം.